ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ആരാണ്? സംസ്ഥാനം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് എന്തുപറ്റി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അതിൻ്റെ പ്രധാന കാരണമായി CPIയും CPMും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. ഒപ്പം പിണറായി വിജയനും AK ബാലനും EP ജയരാജനും ഒക്കെ അടങ്ങുന്ന LDFിൻ്റെ നേതൃകമ്മിറ്റിയിലുള്ള നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും പറഞ്ഞിട്ടുള്ള പല നിലപാടുകൾ, CPMിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ള പല തീരുമാനങ്ങൾ, ഇതെല്ലാം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരിക്കുന്നത് എന്ന ആക്ഷേപം ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലും സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഴങ്ങി കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി രൂക്ഷമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ ആരോപണം, ഒപ്പം വടകരയിലെ കാഫിർ പ്രയോഗമടക്കമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, CAA വിഷയത്തിലുള്ള നിലപാട്, ന്യൂനപക്ഷ പ്രീണനം, സർക്കാർ വിരുദ്ധ വികാരം, ഇവയെല്ലാം വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന കണക്കൂട്ടലുകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് കാര്യമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും തിരുവനന്തപുരം അടങ്ങുന്ന CPM CPI ജില്ലാ കമ്മിറ്റികളിലെല്ലാം ഒറ്റക്കെട്ടായി പറയുന്ന തോൽവിയുടെ പ്രധാന കാരണം മുഖ്യമന്ത്രിയാണ്. കോട്ടയത്ത് നടന്നു ഇത്തരത്തിൽ ഒരു മീറ്റിംഗ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു അത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ രൂക്ഷമായ ആരോപണം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തോമസ് ചാഴിക്കാടനാണ്. കേരള കോൺഗ്രസ് എം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ഒരു രൂക്ഷ ആരോപണം ഉന്നയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തോൽവിക്ക് കാരണമായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് എന്ന ആരോപണമാണ്. ആ ആരോപണം ഉയർത്തിയ തോമസ് ചാഴിക്കാടൻ തൻ്റെ ആരോപണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നുമില്ല. അതിന് ഉദാഹരണവും അദ്ദേഹം പറയുന്നുണ്ട്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി പാലായിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എത്തിയപ്പോൾ വേദിയിൽ വെച്ച് പാലായിലെ റബ്ബർ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ റബ്ബറിൻ്റെ താങ്ങുവില വേദിയിൽ വെച്ച് ഉന്നയിച്ച തോമസ് ചാഴിക്കാടനെ എന്താണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നവർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന തരത്തിലേക്ക് രൂക്ഷമായ രീതിയിൽ പരിഹസിക്കുകയുണ്ടായി. ജോസ് കെ മാണി അതിന് ഒരക്ഷരം മിണ്ടുകയും ചെയ്തില്ല. ഇപ്പോൾ പരാജയത്തിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് തുറന്നു പറയുമ്പോഴും ജോസ് കെ മാണി അത് അങ്ങനെ സ്വീകരിക്കുന്നുമില്ല. ജോസ് കെ മാണി പറയുന്നത് മുഖ്യമന്ത്രിയെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല അതിന് കാരണക്കാരനെന്ന് ജോസ് കെ മാണി പറയുമ്പോഴും തോമസ് ചാഴിക്കാടൻ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നിലപാടും തന്നെയാണ് 2024 വമ്പൻ പരാജയത്തിൻ്റെ പിന്നിലെന്ന് തോമസ് ചാഴിക്കാടൻ അടിവരയിട്ട് പറയുന്നു. കോട്ടയത്ത് UDFിനോടൊപ്പം നിന്ന സമയത്ത് 2019 മികച്ച വിജയം കൈവരിച്ച തോമസ് ചാഴിക്കാടന് ഇപ്പോൾ LDFിനോടൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയത് ഒരു വലിയ തിരിച്ചടിയായി തോന്നുന്നുണ്ട്. അതിന് പ്രധാന കാരണം തൻ്റെ മണ്ഡലമായ കോട്ടയത്ത് വമ്പൻ പരാജയത്തിന് കാരണമായത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നിലപാടുമാണ് എന്നുള്ളതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് വോട്ട് ലഭിച്ചിരുന്ന പല കോട്ടകളിൽ നിന്നും വമ്പൻ തിരിച്ചടിയാണ് തോമസ് ചാഴിക്കാടൻ നേരിടേണ്ടി വന്നത്. തനിക്ക് ജനപിന്തുണയുള്ള പല ഇടങ്ങളിലും LDFിലേക്ക് പോയി എന്ന പേരിൽ വലിയ പരാജയം നേരിടേണ്ടി വന്നതായും തോമസ് ചാഴിക്കാടൻ പറയുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി ഇതിനോടെല്ലാം എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നെങ്കിലും രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയ CPMനോടും പിണറായി വിജയനോടും വലിയ ആദരവും സ്നേഹവുമാണ് ജോസ് കെ മാണി പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഘടകകക്ഷികളെല്ലാം ഉയർത്തുന്ന ആരോപണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉയർത്തണ്ട എന്ന് ചെയർമാനായ ജോസ് കെ മാണി പ്രഖ്യാപിച്ചതോടുകൂടി ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ ആരും പാർട്ടിക്കെതിരായി ഒന്നും പറഞ്ഞില്ല. പക്ഷേ കോട്ടയത്ത് വെച്ച് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുൻ MP തോമസ് ചാഴിക്കാടൻ ശക്തമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോൾ ഭിന്നാഭിപ്രായം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തോൽവിക്ക് കാരണക്കാരനെന്ന്. അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് ജോസ് കെ മാണി. ഒരു വിഭാഗം ജോസ് കെ മാണിക്കൊപ്പം നിന്ന് പറയുന്നു തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടുകളോ മറ്റൊന്നുമല്ല എന്നും മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുവാൻ കഴിയില്ല എന്നും. മറ്റൊരു വിഭാഗം തോമസ് ചാഴിക്കാടനൊപ്പം നിന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് കാരണക്കാരനെന്നും. എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോൾ പിളർപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഇതോടുകൂടി നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദവും ഒപ്പം LDFിൻ്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗം നിൽക്കുന്ന രീതിയും മാറ്റണമെന്ന ആരോപണവും ആവശ്യവും കാര്യമായ രീതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. കണ്ടറിയണം ഇനി തോമസ് ചാഴിക്കാടൻ്റെ അടുത്ത ചുവട് എന്താണെന്ന്. രാഷ്ട്രീയ കേരളത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാതോർത്തിരിക്കണമെന്ന്.